ഹലോ, നമ്മളിന്ന് തേർഡ് ഡേ ആണ്. തേർഡ് ഡേയിൽ നമ്മളിപ്പോൾ ഗോൾഡനിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മളിപ്പോൾ എമറാൾഡ് ലേക്കിലാണുള്ളത്. അത് പോകുന്ന വഴിക്ക് തന്നെയാണ്. നമ്മൾ ലേക്ക് ലൂയിസിലേക്കായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചു, ഞാൻ നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേ ആയിരുന്നു എമറാൾഡ് ലേക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് കെനോയിങ് ചിലപ്പം ലേക്ക് ലൂയിസിൽ നല്ല തിരക്കായതുകൊണ്ട് ചിലപ്പോൾ അവിടെ കയറാനുള്ള ബുദ്ധിമുട്ട് വരുമെന്നുള്ള ഒരു തോട്ട് എനിക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എമറാൾഡ് ലേക്ക് ആദ്യം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എമറാൾഡ് ലേക്കിൽ വന്നതാണ്. ഇപ്പോൾ എമറാൾഡ് ലേക്ക് ഭയങ്കര അടിപൊളിയാണ്, ബ്യൂട്ടിഫുൾ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ സ്ഥലമാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ കെനോയിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെയാണ് അതിൻ്റെ പരിപാടി. എൻ്റെ ബ്രദറിലോ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. പുള്ളിയും കൂടെ വന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. മൂന്ന് പേർക്ക് ഒരു കെനോയിൽ 3 പേർക്ക് $100 അതിന് വരുന്നത് ചാർജ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. ഞാൻ എമറാൾഡിലേക്ക് ഞാൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ആൾക്കാർ പോകുന്നത് നമ്മൾ പണ്ട് പിക്ചേഴ്സിലൊക്കെ കണ്ട പോലെ ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ഒരു പാലമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നമുക്ക്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെന്നൊക്കെ. അതുപോലെ നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി സെറ്റപ്പാണ്. നിങ്ങൾ ലേക്ക് ലൂയിസ് അതുപോലെ എമറാൾഡ് ലേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ വേറെ എന്തെങ്കിലും ഞാൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ അടിയിലാണെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് DM ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഏതൊക്കെ ഡെസ്റ്റിനേഷനാണ് നിങ്ങൾ പോകേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞുതരാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് മെയിൻ സ്ഥലങ്ങൾ വേണമെങ്കിൽ ഞാൻ അതിനകത്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രാവൽ ഐറ്റിനറി ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. നമ്മുടെ അടിപൊളി സാധനമാണ്. അടിപൊളി. One on the side, nice long strokes through the water. When you swap sides, swap your hands over too. Perfect. Thank you so much. That one's for you. Now, if you both paddle on the same side together, your canoe will do a big turn in the opposite direction. If you paddle on opposite sides at the same time, nice straight line. Okay. Yeah. Excellent. Now, the only place on the lake you guys cannot go is under this bridge just here. Okay. To explore, make sure you keep your jackets on, stay sitting down. Yep. And just in case of an emergency, we do have a bailing bucket at the front here. Okay. That's for emptying out the water. Okay. You also have a red whistle. Okay. Come and rest. Sure. Okay, do you guys have any questions for us? No, as of now. 10:20? Yep. Say 10:25, actually 10:20. I'm more comfortable, but you're gonna really get about that much of the paddling movement. Okay. So a bit lower down will give you a bit more. Alright, so give you a bit. അങ്ങനെ നമ്മൾ കനോയിങ്ങിൽ കയറി. നമുക്ക് പെർ ഹെഡ് വരുന്ന $100 ആണ്. $100 നമുക്ക് 3 പേർക്ക് ഒരു ബോട്ടിൽ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 2 ടീം 2 ബോട്ടായിട്ട് കയറി കനോയിൽ കയറിയിട്ടുണ്ട്. അവിടെ 2 പേര് അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ 2 പേര് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 പേര്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് അത് അവിടെയായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടുന്ന് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി നിങ്ങൾക്ക് വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കറക്കുകയാണ്. നമുക്ക് 1 മണിക്കൂറാണ് ടൈം വരുന്നത്. $100. നമ്മൾ ലേക്ക് ലൂയിസിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ലേക്ക് ലൂയിസിൽ നിന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല സീസൺ ആയതുകൊണ്ട് കിട്ടണം എന്നൊരു നിർബന്ധവുമില്ല. പിന്നെ നല്ല ക്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എമറാൾഡിലേക്ക് പിടിക്കാമെന്ന് വിചാരിച്ചത്. എമറാൾഡിലേക്ക് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എമറാൾഡിലേക്ക് പിടിച്ച് നമ്മൾ ചെയ്യുകയാണ്. ആൾക്കാരുണ്ട് ഒരുപാട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇവിടെ ആൾക്കാർ കനോയിങ് ചെയ്യുന്നുണ്ട്. ഓരോ ഫാമിലീസ് അതുപോലെ സിംഗിളായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സിംഗിളായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ബോ നമുക്ക് 2 സൈഡിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി വരുന്നത്. അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് തന്നെ അവർ പറഞ്ഞു തരും. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമുക്ക് 1 മണിക്കൂർ ടൈമുണ്ട്. ഇതിൽ നമുക്ക് എതിലേ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റീജിയനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ കനോയ് ചെയ്ത് പോകാൻ പറ്റും.
പിന്നെ നമുക്ക് അങ്ങോട്ട് അവിടെ ഡേഞ്ചർ എന്ന് കാണുന്ന ആ സ്ഥലങ്ങൾക്ക് മാത്രമാണ് പോകാൻ പറ്റാത്തത്. അടിപൊളി ഒരു വ്യൂ ആണ്. ആൾക്കാരൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ആണെങ്കിലും ട്രെയിനിലൂടെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ലേക്കിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഞാൻ ഇതിൻ്റെ കൂടുതൽ വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമ്മളെന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഈ ലേക്കിൻ്റെ നടുക്കാണ്. നിങ്ങൾക്ക് ഞാനിത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ലേക്കിന് നമ്മൾ നടുക്കായിട്ട് വരും. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് ടീമിനെ ഞാൻ കാണിച്ചു തരാം. ഓപ്പോസിറ്റ് ടീം ഇത് അപ്പുറത്ത് തുഴയുന്നുണ്ട്. ക്യാപ്റ്റൻ ജോയൽ ജോസഫ്, പിന്നെ ഇതുണ്ട് കോ ക്യാപ്റ്റൻ സിബിജൻ കെ കല്ലുമാടിക്കൽ. ഇതാണ് സെറ്റപ്പ്. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. മൊയിലാളി. എൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ അപാര ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. ചുറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടുന്ന് വരുന്നത്. എമറാൾഡ് ചെയ്യുക. എമറാൾഡ് ചെയ്യുമ്പോൾ ഉള്ള ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരക്ക് കുറവാണ്. പൊതുവേ ലേക്ക് ലൂയിസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ തിരക്ക് കുറവാണ്. അതാണ് അതിൻ്റെ മെയിൻ യൂസ്. അപ്പോൾ നമ്മൾ ലേക്ക് ലൂയിസിൽ നല്ല തിരക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, സീസൺ ആണെന്ന് തോന്നുവാണെങ്കിൽ നേരെ എമറാൾഡ് എടുക്കുക. എമറാൾഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കെനോയ് ചെയ്യാനും നിങ്ങൾക്ക് റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കുക. ഇവിടെ $100 ആണ്, അവിടെ $160 ഓൾമോസ്റ്റ് വരും. അപ്പം അതും കൂടെ നമ്മൾ നോക്കണം. എമറാൾഡിലേക്ക് നമ്മൾ ഗോൾഡനിലേക്ക് പോകുന്ന വഴിക്കാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഗോൾഡനിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ലേക്ക് ലൂയിസ് വരുന്ന ആ ഒരു വഴിയാണ്. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ ഏതാണെന്ന് നോക്കുക. നമുക്കിവിടെ സുവനീഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സുവനീഴ്സ് ഉണ്ട്. എക്സിറ്റ് ചെയ്യുന്ന അതേ വഴി കൂടെ നമുക്ക് സുവനീഴ്സ് ഒക്കെ ഉണ്ട്. വേണേൽ ആൾക്കാർക്ക് മേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഫുഡീസ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മേപ്പിൾ ലീവ്സിൻ്റെ ലോലിപോപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ബോട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു എമറാൾഡ് ലേക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മാപ്പുണ്ട്. അതുപോലെ നമുക്ക് വാഷ്റൂംസ് ഇവിടെ വരുന്നുണ്ട്. വുമൻസിനാണെങ്കിലും മെൻസിനും വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയില്. നമ്മൾ ആ ട്രെയില് പറഞ്ഞത് ഇതാണ്. ഈ ട്രെയില് നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും. പിന്നെ നമ്മളിത് ബോട്ടിങ് ഇതിൻ്റെ ഒരു വേറൊരു സ്ഥലമായിട്ട് നമ്മൾ അവിടെ നിന്നാണ് ബോട്ട് കയറിയത്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇനി നമുക്ക് എന്തായാലും തിരിച്ച് ലേക്ക് ലൂയിസിലേക്ക് പോവാം. ഇതുപോലുള്ള വണ്ടികളിൽ ഇപ്പോൾ ഹോട്ടലിൽ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൻ്റെ ഷട്ടിൽ സർവീസ് ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കനോയിങ് ചെയ്തത്. നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡ് വരെ നമ്മൾ പോയി. പിന്നെ എൻഡ് വരെ പോയിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചു വന്നു. നമുക്കൊരു 3 പേർക്കാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പോകാൻ പറ്റുന്നത്. അതിന് $100 ആണ്. നമുക്കിപ്പോൾ മറ്റേ ലേക്ക് ലൂയിസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 160 to 180 വരെയൊക്കെ നമുക്ക് അതിന് റേറ്റ് വരും. എല്ലാവരും ഈ ഒരു സെറ്റപ്പ് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അപ്പുറത്തൂടെ ട്രെയിൽസിലൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മുകളിലേക്ക് നമുക്ക് അവിടെ ചുറ്റും മലകൾ വരുന്നുണ്ട്. അതുപോലെ അവിടെ ചെറിയൊരു കഫേ പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. അപ്പുറത്തോട്ട് നമ്മൾ 2 സൈഡിലും നമുക്ക് മലകൾ വരുന്നുണ്ട്. ഇവിടെ ലേക്സ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ തന്നെയാണ് നമ്മൾ കവർ ചെയ്തത്. നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ ആ ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി ആ ട്രെയിൽ വീണ്ടും നമ്മൾ പോകുന്നില്ല. നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ച് ലേക്ക് ലൂയിസിലേക്ക് പോവാം.